നാടിന്റെ വികസന മുന്നേറ്റം സംരക്ഷിക്കാൻ ജനകീയ പ്രതിരോധമുയർത്തി LDF ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേന്ദ്ര ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കേരളത്തിന്റെ വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് LDFിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പഞ്ചായത്ത്, നഗരസഭാ കേന്ദ്രങ്ങളിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്താകെ നടക്കുന്ന 60,000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത്. LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പ്രതിഷേധം ജനതാദൾ ജില്ലാ സെക്രട്ടറി VV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ ഈ ഗവൺമെന്റ് ഇവിടെ പ്രവർത്തിച്ചു വരുമ്പോൾ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ, ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ, ഈ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ തട്ടിമാറ്റാൻ ഈ ഗവൺമെന്റിനെ അഴിമതിയിൽ മുങ്ങിത്തെളിച്ചു എന്ന് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കള്ള പ്രചരണം ഒരു ഭാഗത്തെ UDFും അതുപോലെ മറുഭാഗത്ത് BJPയും യോജിച്ചുകൊണ്ട് കഴിഞ്ഞ 7 മാസക്കാലമായി കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇത്തരം പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. M ഗംഗാധരൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പുലിക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥി M മനു, ബ്ലോക്ക് പഞ്ചായത്ത് തൃക്കരിപ്പൂർ ടൗൺ സ്ഥാനാർത്ഥി T ശ്യാമള, തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ വാർഡ് സ്ഥാനാർത്ഥി P ബിജു, VNP ഫൈസൽ, KV ജനാർദ്ദനൻ, E നാരായണൻ, P ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. M രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു.